നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ DIY സ്കിൻ കെയർ ചലഞ്ച് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ കണ്ടാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടോ നമ്മളൊന്ന് കാണുന്നത് എക്സ്ഫോളിയേഷൻ. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളിൽ കുറേ പേർക്കൊക്കെ ഇപ്പം എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു 3/4 പേരും കെമിക്കൽ എക്സ്ഫോളിയേഷൻ്റെ കൂടെയാണ് അറിയാം. പക്ഷെ നമുക്ക് ഫിസിക്കൽ എക്സ്ഫോളിയേഷനും നമുക്ക് അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലത് തന്നെയാണ്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആക്റ്റീവായിട്ട് ഇങ്ങനെ പൊട്ടാറായി നിൽക്കുന്ന ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ എന്തെങ്കിലും ലൈറ്റനിങ് ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ബാരിയർ നാശമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ഫോളിയേഷൻ ഏതാണെങ്കിലും ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, സ്കിന്ന് ഡാമേജസ് കുറേ അധികം, അതായത് ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞ മാതിരി തന്നെ കുറേ അധികം ഡാമേജസ് നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിലും നിങ്ങൾ എക്സ്ഫോളിയേഷൻ ചെയ്യരുത്. അത് നമ്മളൊരു എന്താ പറയുക, ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീമായിട്ട് നമ്മൾ കാണുകയും നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഈ 3 വിഭാഗക്കാർ പരമാവധി എക്സ്ഫോളിയേഷൻ ആര് പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞത് കേട്ടിട്ടും വീട്ടിൽ ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ നോർമലായിട്ട് വീട്ടിൽ നമുക്ക് വീക്കിലി വൺസ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. ഡെഡ് സ്കിന്ന് നമുക്കൊരു നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോപ്പ് ലെയറിൽ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ആ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. ചെറിയൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും. ടാൻ നമുക്ക് പെട്ടെന്ന് തന്നെ മാറും. ഇങ്ങനെ നല്ല കുറേ ഗുണങ്ങൾ എക്സ്ഫോളിയേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് എക്സ്ഫോളിയേഷൻ ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ എക്സ്ഫോളിയേഷൻ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് വേണ്ടത്. ഇരിക്കുന്നത് ഐസ്ക്രീം ഡബ്ബയാണ്, പക്ഷെ ഐസ്ക്രീം അല്ല കേട്ടോ. ഇത് വന്നിട്ട് ഓട്സ് ഇല്ലേ, നമ്മൾ വീട്ടിലത്തെ ഓട്സ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് ആവശ്യത്തിന് എടുക്കുക. അപ്പൊ ഒരാളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി. നമ്മൾ ഒരു നേരമല്ലേ ട്രൈ ചെയ്യുന്നുള്ളൂ. പിന്നെ വേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. അതാണ് ഏറ്റവും ബെറ്റർ, ഇൻസ്റ്റന്റ് കോഫി. അപ്പോൾ എനിക്ക് കോഫി നല്ല സ്യൂട്ടാണ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി എടുക്കുക കേട്ടോ, അതും ഓക്കെ ആണ്. അതിപ്പോ നമ്മുടെ നല്ല ബട്ടർ വൈറ്റ് മഞ്ഞൾപ്പൊടിയില്ലേ, അത് ഭയങ്കര നല്ലതാ. പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ അലോവേര ജെൽ എടുക്കണേ. നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ അത് ചേർക്കണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ തൈര് ചേർക്കണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ അലോവേര ജെൽ എടുത്തിരിക്കണേ. ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇത് റെഡി ആക്കി അപ്പൊ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആയി, എനിക്ക് വേറെ 1-2 വീഡിയോ എടുക്കാണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക, നേരെ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അതായത് ചെയ്യണ സമയത്ത് മാത്രം അത് മിക്സ് റെഡി ആക്കുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ മിക്സ് റെഡി ആക്കണ പണി. ഇതാണ് നമ്മുടെ സ്ക്രബ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി, ജെൽ എടുക്കണം എന്ന് തന്നെ ഇല്ല. അപ്പോൾ കുറച്ചും കൂടി നാച്ചുറലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 1-2 വീഡിയോ എടുത്തു. ഇതേ കണ്ണെഴുതുന്ന വീഡിയോ എടുത്തു, ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ എടുത്തു. അതുകൊണ്ട് തന്നെ അത്രയും സമയം ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കളറൊന്ന് മാറി, അതുപോലെ തന്നെ ഒന്ന് കുറച്ച് തിക്കായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ സ്ക്രബ് എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു ഓട്സ് അറിയാമല്ലോ, ഓട്സിൻ്റെ ചെറിയൊരു ആ ഒരു തരിതരിപ്പ്. ഓട്സ് എന്ന് പറയുമ്പോൾ നനഞ്ഞപ്പോൾ തന്നെ കുതിർന്ന സാധനം, പക്ഷെ നമ്മൾ റെഡി ആക്കി അപ്പം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു എക്സ്ഫോളിയേഷൻ കിട്ടും. ഇതിപ്പോൾ ഇത്തിരി നേരമായി സാരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട്. ഇത് പോവണമെങ്കിൽ കുറച്ച് പാടാം, കാരണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാജൽസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് കഴുകി വെടുപ്പാക്കി വരാൻ കുറച്ച് സമയം എടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കണ്ണിന് ചുറ്റും ഇടുന്നില്ല. അപ്പോൾ അത് രണ്ടും നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണ്ടേ. ബാക്കി നമുക്ക് എല്ലാവിടെയും അപ്ലൈ ചെയ്യാം കേട്ടോ. ഡ്രൈ ആയിട്ടിരിക്കണേ. അപ്പോൾ നമ്മളൊന്ന് വെള്ളത്തിൻ്റെ ഒരു ചെറിയ മോയ്സ്ചറൈസിങ് നമുക്ക് വേണം കേട്ടോ. അങ്ങനെ അല്ലാണ്ട് നേരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് ഇടരുത്. ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. നമ്മളിപ്പോൾ ക്ലെൻസർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഞാൻ കുറച്ച് കഴുത്ത് ഇറങ്ങിയിട്ടുള്ള ടീഷർട്ട് ഇട്ടിരുന്നത്, കാരണം നെക്കിലും കൂടി എക്സ്ഫോളിയേഷൻ നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഡാമേജസ് ഇല്ല, അതുപോലെ തന്നെ എന്താ പറയുക, സെൻസിറ്റീവായിട്ട് ഇരിക്കല്ല, അതേപോലെ തന്നെ ആക്നെസ് ഇല്ല. നമ്മളിങ്ങനെ പൊട്ടിപ്പോയത് കുഴപ്പമില്ല, പൊട്ടാറായിട്ട് ഇങ്ങനെ ഇപ്പോൾ പൊട്ടും അങ്ങനെ പഴുത്ത് നമുക്ക് വേദനയൊക്കെ ആയിട്ടിരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ആക്നെസ് ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. ആദ്യം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുക്കാം.
കോഫിക്ക് പകരം നിങ്ങൾക്ക് മഞ്ഞൾ എടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കോഫി ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ലൈറ്റായിട്ടൊന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചിലർ ഈ നൈറ്റൊക്കെ AHA BHA പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണവരുണ്ട്, ക്രീമുകളിലും ഒക്കെ. അങ്ങനെയുള്ളവരൊന്നും ഇങ്ങനത്തെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എക്സ്ഫോളിയേഷൻ പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാനതൊന്നും യൂസ് ചെയ്യണില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡെയിലി. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ എക്സ്ഫോളിയേഷൻ ചെയ്തത് കൊണ്ട് എൻ്റെ സ്കിന്നിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരില്ല. അതായത് ഓവർ എക്സ്ഫോളിയേഷൻ അത്ര നല്ലതല്ല, അതാണ്. നെക്കിലും കൂടിയിട്ട് ഓക്കെ, എനിക്ക് ഇത്രയും മതി, അധികം വല്ലാണ്ട് സ്ക്രബിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി ഞാനൊരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇത് ഫേസിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ദേ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് വെച്ചു കേട്ടോ. കാരണം ചില ഇടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ വന്നു, അതിന് പോയി. അപ്പോൾ 10 മിനിറ്റ് വെച്ചാൽ മതി, 10 മിനിറ്റ് അല്ല 5 മിനിറ്റ്. ജസ്റ്റ് ആ ഒരു ഇത് കിട്ടും നമുക്ക്, അതിനൊരു ഗുണം, കുറച്ചും കൂടി ഇഫക്റ്റ് കിട്ടും കുറച്ച് നേരം വെച്ചാൽ സ്കിന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കനൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് റിമൂവ് ചെയ്യാം. കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോഴത്തെ ആ ഒരു ഗുണം കണ്ടോ, നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഒന്ന് ചെറിയ രീതിക്കെങ്കിലും നമുക്കൊരു ബ്രൈറ്റനിങ്, ടാൻ റിമൂവൽ, സ്കിന്നിന് കുറച്ചും കൂടി സ്മൂത്ത് ആവും, നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ടേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു ഗ്ലോ കിട്ടും. പിന്നെ കുറേയും കൂടി ഒന്ന് എന്താ പറയുക, സ്കിന്നിനൊരു പുതിയൊരു ഇത് കിട്ടിയ മാതിരി നമുക്ക് തോന്നും. ആ സ്മൂത്ത്നെസ്സും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി പുതിയതായ മാതിരി തോന്നിക്കും കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ, നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ടെ. കുറച്ച് നേരം വെച്ച കാരണം ഓട്സ് പെട്ടെന്ന് ഉണങ്ങില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മൾ ആ ഒരു സ്കിന്ന് കുറേയും കൂടി ഒന്ന് നല്ല ഗ്ലോയിങ്ങും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവും. എക്സ്ഫോളിയേഷൻ്റെ പ്രത്യേകത, എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി തിളക്കവും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ആ ഒരു പെട്ടെന്നൊരു ടാൻ മാറും. അതുപോലെ ഒരു ബ്രൈറ്റനിങ് കൂടി ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ നെക്ക് വരെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ആ ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കൺമഷി കണ്ട ഒരു തരി പോലും പാഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കണേ. പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകിയതാണ്, കണ്ടാൽ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ കൺമഷി പോവാത്തിരി പാടാവുക. പിന്നെ ഞാൻ ഇതൊക്കെ കളഞ്ഞ് വന്ന് മേക്കപ്പ് റിമൂവർ എടുത്ത് കളയാൻ നിന്ന് നേരം പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ണിൽ പിന്നെ ഇട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോ Day 1 നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എത്ര പേര് ട്രൈ ചെയ്തു? ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ക്ലെൻസറാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സ്മൂത്ത് ആവുകയും സ്കിന്ന് കുറേയും കൂടി ഒന്ന് ഗ്ലോയിങ് അതുപോലെ തന്നെ യങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലെൻസറാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീക്കിൽ, അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ ഇത് ഒറ്റ പ്രാവശ്യം ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് വൺസ് ചെയ്യാം. വീക്കിലി വൺസ് മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഒരു എക്സ്ഫോളിയേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത Day 3 ആയിട്ട് വീണ്ടും കാണാം. Bye, take care. Love you all.